ഇന്നെന്താ വിശേഷം എന്നല്ലേ? ഇന്ന് ശരിക്കും എനിക്കൊരു തിരക്കുള്ള ദിവസമായിട്ടാ. ഇന്ന് കല്യാണമുള്ളൊരു ദിവസമാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ളൊരു കല്യാണം കൂടിയാണ്. പക്ഷെ നമുക്കെല്ലാം അത് ഇട്ടെറിഞ്ഞോടി കല്യാണത്തിനൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിതാ നേരെ പറമ്പിൽ ഇറങ്ങി നമ്മുടെ പച്ചക്കറികൾക്ക് എല്ലാവർക്കും നനയ്ക്കാനായിട്ട് ആദ്യം നിന്നത്. നനയ്ക്കും കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് സുന്ദരി ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അമ്മ വീട്ടിലുണ്ട്. അപ്പം അമ്മയ്ക്ക് സുന്ദരി ചീര മതി എന്ന് പറഞ്ഞു തോരൻ വെക്കാനായിട്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ കോഴികൾക്ക് കുറച്ച് കതിര് വന്നിട്ടുള്ള ചീരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്ന ദിവസം അവർക്ക് എന്തായാലും ചീരയോ അല്ലെങ്കിൽ വാഴപ്പിണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ദിവസം കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ദിവസം കുറച്ച് കൂടുതൽ തന്നെ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ കൊപ്രയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണക്കാനിട്ടു. പിന്നെ അപ്പോഴേക്കും അമ്മ എനിക്ക് കഴിക്കാനായിട്ട് ദോശയും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയും കൂടി ഒരുമിച്ച് കഴിച്ചു കൂട്ടാ. പിന്നെ നമ്മുടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനാണ്. പക്ഷെ കുട്ടുപട്ടാളങ്ങൾ എൻ്റെ കൂടെ പിന്നാലെ തന്നെ നിൽക്കും മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കുമ്പോൾ. മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അവരിങ്ങനെ ചാടുമ്പോൾ നമ്മുടെ മേലേക്കൊക്കെ വെള്ളം തെറിക്കും. നമുക്കിതിൽ ശരിക്കും കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ തീറ്റയ്ക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളം കൂടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒരു വിഷമമാണ്. അങ്ങനെ ഞാൻ ചേട്ടൻ ആ കല്യാണത്തിലേക്ക് പോയി. അവിടെ ചെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അനിയൻ്റെ മകളുടെ ആയിരുന്നു കല്യാണം. അപ്പോൾ അളിയനും പെങ്ങളാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവരെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഒരു അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അത്ര നല്ലൊരു സദ്യയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതേ ബോട്ട് മോനൊക്കെ ഭയങ്കര പണക്കത്തിലായിരുന്നു. അവന് ചോറൊക്കെ വാരി കൊടുക്കേണ്ട വന്നു കേട്ടോ. മർഡോണമോൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ നനച്ചിട്ടുണ്ടായിരുന്നില്ല ആ ചെടികൾക്ക്. അപ്പോൾ പിന്നെ വൈകിട്ട് ആ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടി നിന്നു. ഒപ്പം സിമ്പോട്ടിനും കൂടി ഞാൻ പുറത്തിറക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലു അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ കടയ്ക്കടി ഇരുന്നിരുന്നു. അപ്പോൾ അവളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് കുട്ടിപ്പട്ടാളങ്ങളുടെ പാർക്കിൻ്റെ പണി നടക്കണ കാരണം അവർക്ക് ചായക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചായക്ക് കൊടുത്തു. അതിനുശേഷം എന്താ വീണ്ടും നമ്മൾ വൈകിട്ട് റിസപ്ഷന് ഞാൻ ഷെയറിന് എന്താ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൺമണിക്കുട്ടിയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താണ്. പിന്നെ ആ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും പേളിക്കുട്ടിത്തെ പരാതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് എന്തൊക്കെയോ നമ്മൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഷയിൽ കുറേ വിശേഷങ്ങളൊക്കെ അതൊക്കെ നിന്ന് കേട്ടു. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ.